മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മി സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യാത്തൊരു അനുഭവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ കണ്ണേട്ടാ എന്ന് ചോദിക്കുക. ഇല്ല, എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല, എന്തായാലും തോമസ് വൈദ്യർ അടുത്ത മാസത്തേക്ക് അത് നടക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഞാൻ എന്തായാലും ശരി, ഇന്നലെ രാത്രി എനിക്ക് കിടക്കുമ്പോൾ എന്താണെന്നറിയില്ല, പൗർണമിയല്ലേ, എന്തോ ഒരു പ്രത്യേക തരം. പക്ഷേ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഞാനും അമ്മയും കണ്ണേട്ടന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത് കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഞാൻ ആ അമ്മയെ കണ്ടു കണ്ണേട്ട, ആ അമ്മ പറഞ്ഞിരുന്നു ഒരു സന്തോഷം കാത്തിരിക്കുന്നുണ്ട് എന്ന്. ആ അമ്മ പറഞ്ഞതെല്ലാം ഇതുവരെയും സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെയും പറഞ്ഞു കണ്ണേട്ട, ആ അമ്മ എപ്പോഴും പറയണ പോലെ പറഞ്ഞു കണ്ണേട്ട എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ കണ്ണൻ സന്തോഷത്തോടെ ചോദിക്കും, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും. അതേ, കുഞ്ഞുങ്ങളുണ്ടാവും പറഞ്ഞു കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അനന്തൻ്റെ മുഖത്തിനൊരു വാട്ടം വരികയാണ് കേട്ടോ. അത് മഹാലക്ഷ്മിക്ക് കണ്ടതിന് ശേഷം മഹാലക്ഷ്മി പറയുകയാണ്, അനന്തു ലേഖ പോയിട്ട് കുറേ ദിവസമായല്ലോ, അവളെ വരാൻ പറയേ, അതിനുശേഷം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യ്, എന്തായാലും ശരി നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ്റെ ഈ കാര്യം ശരിയായ കാരണം എനിക്ക് എന്തായാലും പ്രതീക്ഷയുണ്ട് മഹാലക്ഷ്മി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം വാമദേവനും മേഘനാഥനും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മി പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ട് നന്ദി അറിയിക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം വാമദേവനും മേഘനാഥനും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിൻ്റെ ഒരൊറ്റ കൊള്ളരുതായ്മ കൊണ്ടാണ് നിൻ്റെ കണ്ണിന് ഇങ്ങനെ പറ്റിയത്, അവൻ്റെ കാര്യം നിനക്ക് അറിയില്ലേ, അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നീ ഏതായാലും ഇവിടെ ആശുപത്രിക്ക് വരണം പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ടായിരുന്നു, ഞാൻ വിചാരിച്ചു എന്നെ നോക്കാനാണ് എന്നിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടറെ അടുത്ത് പോയി നന്ദി അറിയിച്ചതിന് ശേഷം മഹാലക്ഷ്മി വരികയാണ് കേട്ടോ. മഹാലക്ഷ്മിയെ കണ്ടതും തന്നെ ഇവർ പെട്ടെന്ന് തന്നെ സംസാരം അങ്ങനെ മാറ്റിയാണ് കേട്ടോ, പേടിക്കുകയാണ് കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പറയും, നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ, ആ മനുഷ്യന് എങ്ങനെയെങ്കിലും ഒരു വിരലെങ്കിലും മനക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ആ മനുഷ്യന് ഒന്നിനും പറ്റിയിട്ടില്ല, കണ്ണേട്ടന് ഒരു കാര്യവും പറ്റിയിട്ടില്ല, ാണ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ വരുന്നത് എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ രണ്ടുപേരും മുഖത്തോട് മുഖം പറയണം കേട്ടോ. എന്തായാലും ശരി, ഇവള് അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ കാണിക്കുകയാണ് എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതേസമയം നിങ്ങളെ എനിക്ക് ഭയങ്കര സംശയമുണ്ട്, നിങ്ങളിവിടെ വന്നിരിക്കുന്നത് തന്നെ ചികിത്സിക്കാനല്ല, നിങ്ങൾ കണ്ണേട്ടന് വല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മഹാലക്ഷ്മി പറയണം കേട്ടോ. നിങ്ങൾ ഭയങ്കര സംശയമുണ്ട്, പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചാലും എനിക്ക് സംശയമുണ്ട്, എന്തിന് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ. അതേസമയം മേഘനാഥൻ ചോദിക്കേണ്ടത്, എന്താ അച്ഛാ പഴയ കാര്യം എന്നിങ്ങനെ പറയണം. അവളെ മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മിക്ക് 6ാം ഇന്ദ്രിയമുള്ള പെണ്ണാണ് അവൾ, എല്ലാ പഴയ കാര്യങ്ങളും അവൾ ചികഞ്ഞെടുക്കും എന്നിങ്ങനെ വാമദേവൻ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും കരുണയും കൂടിയിട്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അമ്പലത്തിൽ പോയി ദൈവത്തിനോട് ഇങ്ങനെ കരഞ്ഞു കേണ് പ്രാർത്ഥിക്കണേ, എങ്ങനെയെങ്കിലും അവളെ ഇല്ലാതാക്കണേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം പൂജാരി പായസമൊക്കെ കൊടുക്കുകയാണ്. പൂജാരിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇന്നേ ഇവിടെ മരുമോളുടെ പിറന്നാൾ സദ്യയാണ്, പക്ഷേ ഇവിടെ സദ്യ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ണാൻ വരാൻ പറ്റില്ല, അവിടെ എപ്പോഴും വീട്ടിൽ ഗംഭീര സദ്യയാണ്, മരുമോൻ വരും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പൂജാരി ഇങ്ങനെ പറയണ്ടേ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് പൂജാരിയോട് പറഞ്ഞോ എന്ന് മുത്തശ്ശി ചോദിക്കുക. ഒന്നുമില്ല, പക്ഷേ ഉണ്ടാകും, ദൈവകടാക്ഷം ഉണ്ടാകുമല്ലോ, അത് എന്തായാലും ഉണ്ടാകും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവർ പായസവും വാങ്ങിയിട്ട് ഇതിലെന്തായാലും കലക്കണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതേസമയം പോകുമ്പോൾ ആ അമ്മ വരികയാണ് കേട്ടോ. ആ അമ്മ വന്നിട്ട് 1 രൂപ ഇടാൻ പറയും. 1 രൂപ ഇടാനോ, ഇപ്പോഴോ, കാണുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നല്ല ആരോഗ്യമുണ്ടല്ലോ എന്നെക്കാളും, എവിടെയെങ്കിലും പണിയെടുത്തൂടെ. അതേസമയം ഇന്നിവിടെ സദ്യയുണ്ട് എൻ്റെ മരുമോളുടെ, ആ സദ്യയും കഴിച്ച് പായസവും കുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മയെ അവഹേളിച്ചിട്ട് പോവുകയാണ് കേട്ടോ. അവർ പോയി കാറിൽ പോവുകയാണ്. അമ്മ അങ്ങനെ അവരെ സൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടിയിട്ട് തോമസ് വൈദ്യരുടെ അടുത്ത് പോയി പറഞ്ഞതിന് ശേഷം യാത്ര പറയാൻ പോവുകയാണ് കേട്ടോ. അതേസമയം തോമസ് വൈദ്യർ പറയുന്നുണ്ട്, കാൽവിരൽ അനങ്ങി എന്ന് പറഞ്ഞിട്ട് നട്ടലിന് രോഗം ഭേദമായത് ഒരു മനുഷ്യനും അറിയരുത്, അവിടെ ശത്രുക്കൾ മാത്രമാണ്, വേറെ ഒരാളും അറിയരുത്, ഈ കാര്യം സാഗർ അല്ലാതെ വേറെ ഒരാളും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും അറിയിക്കരുത് എന്നിങ്ങനെ പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ണൻ പറയും, അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റും എന്നിങ്ങനെ പറയണം. കണ്ണൻ്റെ പിറന്നാൾ ദിവസം ചിങ്ങമാസമാണ്, പക്ഷേ ചിങ്ങമാസം മോശമാണ് എന്ന് ഞാൻ വിചാരിച്ചു. കണ്ണൻ്റെ കാര്യത്തിൽ അത് ചിങ്ങമാസം നല്ലതാണ്, പക്ഷേ അത് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മഹാലക്ഷ്മി പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. ലോറിയിൽ ബൈക്കിൽ ഇടിച്ചിട്ട് കണ്ണൻ്റെ അച്ഛൻ മരിക്കുന്നതും കണ്ണൻ വീഴുന്നതും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അതിനുശേഷം അടുത്ത മാസം വൃശ്ചിക മാസത്തിൽ കണ്ണൻ്റെ പിറന്നാൾ ദിവസം എന്തായാലും ശരി കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ
പറ്റും എന്ന് ഞാൻ ഉറപ്പ് പറയില്ല, പക്ഷേ നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം വരികയാണ്.